പണ്ടൊരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു പി വി നരസിംഹറാവു, കോൺഗ്രസ് മറന്നുപോയി. പണ്ടൊരു പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരുന്നു അടൽ ബിഹാരി വാജ്പേയി. അന്ന് അടൽ ബിഹാരി വാജ്പേയിയെ നിയോഗിച്ചപ്പോൾ ഒരു അപശബ്ദം ഉയർന്നില്ല സർ. അദ്ദേഹം പോയി ഗർജിച്ചു ഭാരതത്തിന് വേണ്ടിയിട്ട് 30 സെക്കൻഡ്. ആ മാതൃക പിന്തുടർന്നുകൂടെ? ഈ 2025 മുമ്പ് ഇന്ത്യൻ രാഷ്ട്രീയം കണ്ടത് ഇതുപോലെയുള്ള സന്ദർഭങ്ങൾ ഉണ്ടാകുമ്പോൾ ഭരണപക്ഷം പ്രതിപക്ഷത്തെ വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള ഒരു സാഹചര്യമായിരുന്നു. 2008 ബോംബെ തീവ്രവാദി ആക്രമണം ഉണ്ടായപ്പോൾ അന്ന് പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് പ്രതിപക്ഷ നേതാവ് എൽ കെ അദ്വാനിയോട് പറഞ്ഞു നമുക്ക് വിമാനത്തിൽ പോകാം. സമയം അതിക്രമിച്ചുകൊണ്ട് അതിലേക്ക് പോയി കഴിഞ്ഞാൽ മെഴുകുതിരിയുടെയും സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകളുടെയും കഥ പറയേണ്ടി വരും. രാജ്യം തലതാഴ്ത്തി കരഞ്ഞുകൊണ്ടിരുന്ന കഥയിലേക്ക് പോയിട്ട് വരും. നമുക്ക് ആ കാര്യം ചർച്ച ചെയ്യാം. എന്തായാലും അങ്ങയുടെ ഡോക്ടർ ആരിഫ് ഹുസൈൻ 30 സെക്കൻഡ്സ് പ്ലീസ്, ലാസ്റ്റ് വേർഡ്. നോൺ വയലൻസ് എന്ന് പറയുന്നത് പാസിഫിസം അല്ല, അത് ഡിറ്ററൻസ് തന്നെയാണ്. അത് കൊടുക്കേണ്ടത് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. അതിൽ ഇന്ത്യ വിജയിച്ചിരിക്കുന്നു. അത് ലോകത്തിന് മാതൃകയായിരിക്കുന്നു. അതിൽ ഏകോപനം പോലും സാധ്യമായിരിക്കുന്നു. അതിൽ മതഭേദമന്യേ ഒരുമിച്ച് നിൽക്കാൻ ഇന്ത്യക്ക് സാധിക്കുന്നു എന്നത് ലോകത്തിന് ഒരു വലിയ മാതൃകയാണ്. അത് തുടരട്ടെ, അതിൽ അഭിമാനം കൊള്ളുന്നു. താങ്ക് യു കേണൽ ദിന്നി. ജോസഫ് സാർ പറഞ്ഞു വെച്ചത് വെടിനിർത്താൻ സർക്കാർ പറയുമ്പോൾ സർക്കാർ അറിയാതെ വെടിവെക്കുന്നു, വെടിനിർത്താൻ അവസാനം കരയുന്നു, വെടിനിർത്താൻ പറയുമ്പോഴത്തേക്ക് രാത്രി ഡ്രോണുമായിട്ട് കയറി വരുന്നു. നീ ആരാ വെടിനിർത്താൻ പറയാനെന്ന് പറഞ്ഞിട്ട് വീണ്ടും വരുന്നു. അത് സൈന്യമാണോ ISI ആണോ ഭീകരന്മാരാണോ എന്നറിയത്തില്ല. എന്തായാലും അതൊരു വിഷയമായിരുന്നില്ല. കാര്യം ഞങ്ങൾ നേരിട്ട് കണ്ടാണ് കാക്കയൊക്കെ വെടിവെച്ചിടുന്ന പോലെ വെടിവെച്ചിടുന്നുണ്ടായിരുന്നു പട്ടാക്കോട്ടിലൊക്കെ. അതുപോലെ കേണൽ ദിന്നി 30 സെക്കൻഡ്സ്, ലാസ്റ്റ് വേർഡ്. നോക്കൂ ശ്രീ പ്രദീപ്, അതിനകത്ത് യാതൊരു സംശയമില്ല. അവർ അങ്ങനെ അയച്ചോട്ടെ, തിരിച്ച് നമ്മളും അടിക്കുന്നുണ്ട്. അതിനകത്ത് യാതൊരു ശ്രീ പ്രദീപ് കണ്ടു കാണുമല്ലോ അവിടെ ഇന്നലത്തേക്ക് ആർമിയുടെ റിപ്പോർട്ട്സ് ഒക്കെ വരുന്നത്. അവർ നമ്മുടെ ലൈൻ ഓഫ് കൺട്രോൾ എന്താണ് ചെയ്യുന്നുള്ളത്. അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ അപ്പുറത്തെ സൈഡ് ചെയ്യുന്നതിന്റെ ഒരു റിപ്പോർട്ട് വരുന്നില്ല. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, അവർ ഒരെണ്ണം ഇങ്ങോട്ട് അടിക്കുകയാണെങ്കിൽ 10 എണ്ണം തിരിച്ചടിക്കുന്ന ഒരു ശൈലി തന്നെയാണ് പണ്ടും ഇന്നും എന്നും. അത് മാത്രമേ പാകിസ്ഥാൻ സൈന്യത്തിന് മനസ്സിലാവുന്ന ഭാഷ. അത് നമ്മൾ കൃത്യമായിട്ട് എന്നും കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കും. റൈറ്റ്.